ഞാൻ കുറച്ചും കൂടി സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യണം. നമ്മൾക്കുള്ളിൽ ഉള്ള നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ ജാതീയമായും മതപരമായും വർണ്ണപരമായും ഒക്കെ ആൾക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലൊരു സീനെങ്കിലും എൻ്റെ സിനിമയിൽ ഉണ്ടാവണം, എല്ലാ സിനിമയിലും ഉണ്ടാവണം എന്ന്. അപ്പം ഇതിനു മുമ്പ് ഞാൻ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സിനിമകൾ ചെയ്യണം, അങ്ങനെയൊക്കെ സിനിമകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചായിരിക്കും ഞാൻ ഇവിടം വരെ എത്തിയത്. പ്രേക്ഷകൻ്റെ പൾസ് അറിയാന്നൊക്കെ പറഞ്ഞ വെറുതെ ചുമ്മാ പരിപാടികളാണ്. ഇപ്പം ഇന്നത്തെ പ്രേക്ഷകൻ്റെ പൾസ് അല്ല നാളത്തെ പ്രേക്ഷകൻ്റെ പൾസ്. നാളത്തെ ഷോൻ്റെ പൾസ് പോലും മാറിപ്പോവും. നമ്മൾ ഈ നല്ല സിനിമകൾ അല്ലെങ്കിൽ മോശം സിനിമകൾ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ട്. ഇപ്പോൾ എനിക്ക് നല്ലൊരു സിനിമയായത് സവിന് ചിലപ്പോൾ ഒരു നല്ല സിനിമയായിട്ട് തോന്നണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്, ഞങ്ങൾ സിനിമ വല്ലാതെ മിസ് ചെയ്യുന്നു, നമ്മൾക്ക് സത്യൻ അന്തിക്കാടിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് മൂവീസാണ് താല്പര്യം, ഇപ്പോഴത്തെ സിനിമകളെല്ലാം ജെൻസി പിള്ളേർക്കുള്ളതാണ്, അങ്ങനെ പറയുന്നത് പൊതുവേ ഇപ്പോൾ നവമാധ്യമങ്ങളിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരു ജനറേഷൻ ഗ്യാപ്പ് വരുമ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിന് സർവ്വമായി വന്നപ്പോൾ അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഓക്കെ നമ്മൾക്ക് കുറേ നാളുകൾക്ക് കൂടിയിട്ട് ഒരു സത്യൻ അന്തിക്കാട് ടച്ചുള്ള ഒരു സിനിമ നമ്മൾക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടോ, അതായത് നമ്മൾക്ക് അത്തരത്തിൽ ഗ്രാമാന്തരീക്ഷങ്ങളും അല്ലെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാർ ചെയ്ത പോലുള്ള കഥാപാത്രങ്ങൾ നമുക്ക് മിസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ വരാത്തതാണോ, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ അത് ഏറ്റെടുക്കില്ല എന്ന് തോന്നിയിട്ട് അത് വരാത്തതാണോ യഥാർത്ഥത്തിൽ? എന്ത് തോന്നുന്നു? ഇല്ല, എനിക്കതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് പറയാൻ അറിയില്ല. നമുക്കിഷ്ടമുള്ള സിനിമകൾ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇന്ന സിനിമകൾ മാത്രം കാണണം, അല്ല ഇന്ന സിനിമകൾ മാത്രമാണ് സിനിമ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ പാറ്റേണുള്ള സിനിമകൾ കൂടുതലായിട്ട് ഇറങ്ങും. കുറച്ച് കഴിയുമ്പോൾ അത് മാറി പുതിയ തരത്തിലുള്ള സിനിമകൾ ഇറങ്ങും. അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ കാഴ്ച നൽകുക എന്നുള്ളതാണല്ലോ, പിന്നെ ഇങ്ങനെ ആൾക്കാരിലേക്ക് കൂടുതൽ കണക്റ്റ് ആകുക. അപ്പോൾ ഓരോ ടൈമിലും ചിലപ്പോൾ അന്നത്തെ ടൈമിൽ അതായിരിക്കാം കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പോഴത്തേക്ക് വരുമ്പോൾ അങ്ങനത്തെ സിനിമകൾ ചിലപ്പോൾ ചെയ്യാനുള്ള ആൾക്കാരില്ലായിരിക്കാം, അല്ല അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാരും കുറവായിരിക്കാം. അതായിരിക്കും. ഓക്കെ, സിനിമ തീർച്ചയായിട്ടും ഒരു എൻ്റർടൈനർ തന്നെയാണല്ലോ. അതൊരു എൻ്റർടൈനർ എന്നതിലുപരിയായിട്ട് ഇന്നത്തെ യുവാക്കളെയാണ് ഞാൻ പറയുന്നത്, അവരതിനെ കുറച്ചും കൂടെ ഒരു പേഴ്സണൽ ഇതായിട്ട് കാണുന്നുണ്ടോ? അതായത് ഒരു എൻ്റർടൈനർ എന്നതിലുപരിയായിട്ട്. കാരണം സിനിമ യുവാക്കളെ സ്വാധീനിക്കുന്നു എന്ന് ഒരു കാലത്ത് ഭയങ്കരമായിട്ട് മുറവിളി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിലുള്ള മറ്റേ വില്ലത്തരങ്ങളും അല്ലെങ്കിൽ വയലൻസ് എല്ലാം കുറയ്ക്കണം, അതൊക്കെ യുവാക്കളെ അങ്ങനെ ബാധിക്കുമോ? എന്ത് തോന്നുന്നു? സിനിമ അങ്ങനെ പ്രേക്ഷകരെ ആരായാലും തന്നെ യുവാക്കളെല്ലാം ആരാ സിനിമയിൽ കാണിക്കുന്ന ഒരു സാധനം വെച്ചിട്ട് അത് ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നത് ശരിയല്ല. അത് ടെക്നിക്കലി ഇപ്പം ഒരാളെ ഇടിക്കുന്നു, അയാൾ പറന്നു പോകുന്നു, അത് നമ്മൾ ടെക്നിക്കലി അത് കഷ്ടപ്പെട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ പുറത്തിറങ്ങി ഒരാൾ ഇടിച്ചാൽ അയാൾ അനങ്ങത്തില്ല, അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. അപ്പം സിനിമയുടെ നല്ല വശങ്ങൾ ഉള്ള സിനിമകളുണ്ട്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പം സന്ദേശങ്ങൾ മാത്രമുള്ള സിനിമകളുണ്ട്, അതിലെ പോസിറ്റീവ് സന്ദേശങ്ങളൊന്നും ആരും എടുക്കുന്നില്ല. സിനിമയിൽ നിങ്ങൾ മദ്യപിക്കുന്ന സാധനം കാണിക്കുന്നു, അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് മദ്യപിക്കാൻ തോന്നുന്നു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും മാനസികമായ വൈകല്യത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ സിനിമയിൽ സിഗരറ്റ് വലിക്കുന്നു, അതുകൊണ്ട് ഞാൻ സിഗരറ്റ് വലിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതാണ്. അപ്പം സിനിമ ഈ പറഞ്ഞുള്ള ആസ്വദിക്കാനുള്ളതാണ്. അത് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നിർവചിക്കപ്പെടേണ്ടത് കാണുന്ന ആളാണ്. എങ്ങനെയാണ് ഞാൻ എൻ്റർടൈൻ, ഞാൻ കരയുകയാണോ വേണ്ടത്, ഞാൻ കരഞ്ഞിട്ട് എൻ്റർടൈൻഡ് ആവണോ വേണ്ടത്, അല്ലെങ്കിൽ ചിരിച്ചിട്ട് എൻ്റർടൈൻഡ് ആവണോ? അത് പ്രേക്ഷകൻ്റെ ഇപ്പോൾ വാത്സല്യം പോലത്തെ സിനിമ, അല്ലെങ്കിൽ ആകാശദൂത് പോലത്തെ സിനിമ, അത് കാണാൻ ആൾക്കാരുണ്ടായിരുന്നു. ഫുൾ തിയേറ്റർ, സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഇവിടെ പോയി തിയേറ്ററിൽ പോയിരുന്ന് കരഞ്ഞ സിനിമയാണ്. അപ്പം ആകാശഗംഗ എന്നുള്ള സിനിമ തിയേറ്ററിൽ പോയി ആൾക്കാർ പേടിച്ച സിനിമയാണ്. അത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ഈ ആസ്വാദനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമയിലേക്ക് പ്രേക്ഷകൻ പോകുമ്പോൾ മറ്റേ സിനിമയിൽ കണ്ടിട്ടല്ലാത്ത കാഴ്ചയും മറ്റുമായിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് ഓരോ സംവിധായകൻ്റെ ഉത്തരവാദിത്വം. ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി, മാമുക്കോയ ഉള്ള കാലത്ത് ഇപ്പോൾ പൊന്മുട്ടയിടുന്ന താറാവിലെ അബൂബക്കറിൻ്റെ ചായക്കട നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയാൽ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ആ അബൂബക്കറിൻ്റെ ചായക്കട പോലത്തെ ഒരു സീൻ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്താൽ ആൾക്കാർ അത് ക്രിഞ്ചാണെന്നാണ് പറയുക. അപ്പം പുതിയ ചായക്കട എങ്ങനെയാണ് നാട്ടിൻപുറത്ത് വർക്ക് ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്യുക. അതുപോലത്തെ ചായക്കട അന്ന് അവർ പറഞ്ഞതിൻ്റെ പുതിയ രൂപമായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഈ ഒബ്സർവേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം. അല്ലെങ്കിൽ നമ്മൾ പീരിയോഡിക്കൽ സിനിമ ചെയ്യുമ്പോൾ വേണമെങ്കിൽ അബൂബക്കറിൻ്റെ 1980കളിലെ സിനിമയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു അബൂബക്കറിൻ്റെ ചായക്കട നമുക്ക് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ പുതിയ കാലത്ത് അബൂബക്കറിൻ്റെ ചായക്കട പോലത്തെ ഒരു സാധനം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ ഉടുവിനെ പോലെ ബനിയനിട്ട് തലയിൽ കെട്ടി പിന്നെ പശുവിനെ
പശുവിൻ്റെ ക്യാരക്ടറും കൊണ്ട് നടന്നാൽ അത് ക്രിഞ്ചാണെന്നാണ് നമ്മൾ കണ്ടതുകൊണ്ടാണ് അത് ക്രിഞ്ചായി മാറുന്നത്. പുതിയ വേർഡുകളൊക്കെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് സ്വയം നമുക്ക് മാറേണ്ടതുണ്ട്. അത് ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുള്ളൂ. അല്ലാതെ നമ്മൾ മാത്രം മാറി നിന്ന് ഇതിനങ്ങ് അട്ടിമറിക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അത് പ്രേക്ഷകരും നമ്മൾ കൈ പിടിക്കണം, എന്നാലേ നടക്കത്തുള്ളൂ. പ്രേക്ഷകർ മാറുമ്പോൾ സിനിമകളും മാറുന്നു, അതിൻ്റെ മാറ്റമാണല്ലോ. അപ്പോൾ മാറരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മൂല്യം എന്തായിരിക്കും സിനിമയിൽ? ഈ പരസ്പര സൗഹൃദവും വിശ്വാസവും ഒക്കെയാണ് നിലനിൽക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ നന്നാകുമ്പം നമ്മുടെ സഹപ്രവർത്തകരാണ് അവരെ, നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ തരംതിരിഞ്ഞ് ആക്രമിക്കാതെ ഒരു നായക നടൻ്റെ സിനിമ ഇറങ്ങുമ്പം ആ ഫാൻസ് ഫോളോവേഴ്സ് ഇല്ലാത്ത മറ്റേ ഫാൻ ഫോളോവേഴ്സ് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ആ സിനിമയും, ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സിനിമക്കാർ പറഞ്ഞ് ക്രിഞ്ചായ സാധനമാണ് ഞാൻ പറയുന്നത്. അത് ഒരു സിനിമ നിർമ്മിക്കുന്നതിന് പിറകിൽ 150 പേരുടെ അധ്വാനമുണ്ട് എന്ന് പറയുന്നത് ക്രിഞ്ചായി പറഞ്ഞ്. അതിപ്പോൾ ഒരു ബിൽഡിംഗ് പണിയുന്ന സമയത്തും അത്രയും കൂട്ടായ്മയുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി സാങ്കേതികമായി നമുക്ക് ഉറക്കമില്ലാതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യും ഇതിൻ്റെ പിറകെ പോയിട്ട്. കുറച്ചും കൂടി അങ്ങനത്തെ ഒരു തൊഴിൽ മേഖലയാണിത്. സ്വപ്നങ്ങൾക്ക് പിറകെയാണ് സഞ്ചരിക്കുന്നത്. പൈസ പിന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ പലപ്പോഴും. അപ്പം അതുകൊണ്ട് തന്നെ സിനിമ ഒരാളോടുള്ള വിദ്വേഷം, അല്ലെങ്കിൽ ആ താരത്തോടുള്ള വിദ്വേഷം, അല്ലെങ്കിൽ ആ സംവിധായകനോടുള്ള വിദ്വേഷം ആ സിനിമയോട് ഉണ്ടാവരുത്. ആ സിനിമ നല്ലതാണെങ്കിൽ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ കൊള്ളില്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കൂ. അല്ലാതെ വ്യക്തി വിദ്വേഷവും ബോഡി ഷെയ്മിങ്ങും അത്തരം സാധനങ്ങളിലേക്ക് പോകാതിരിക്കുക. ഒരു ആരോഗ്യപരമായ സംവാദത്തിലൊരു ഇടം തരിക എന്നുള്ളതാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന സദസ്സിൽ നിന്നും ഇവരോട് വിശേഷങ്ങളും ചോദ്യങ്ങളും ചോദിക്കാനുള്ള സമയമാണ്. സവൻ ചേട്ടാ, കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. വാഴ 1ഉം 2ഉം ഒരേ തിയേറ്ററിൽ അത് ഒരേ സീറ്റിലിരുന്ന് കണ്ടൊരു വ്യക്തിയാണ്. കോയിൻസിഡൻ്റ് സംഭവിച്ചാണ്, ജസ്റ്റ് ഷെയർ ചെയ്യാൻ തോന്നി. എനിവേസ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, വിപിൻ ദാസിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ നോക്കിയാൽ നമ്മൾ ചിരിപ്പിച്ചുകൊണ്ട് തുടങ്ങിയിട്ട് ഗ്രാജുവലി ഒരു ഇമോഷണൽ ഹിറ്റിൽ കൊണ്ടുപോയി നിർത്തുന്നൊരു സ്റ്റൈൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ റൈറ്റിങ്ങിനെ സ്വന്തം മേക്കിംഗ് സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്ത ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? പ്ലസ് അതുമാത്രമല്ല, വാഴയുടെ സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ടിങ്ങിലാണ് മറ്റേ പപ്പടം ഫൈറ്റ് ഉണ്ടാവുന്നത്. സോ അത് അവിടെ വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു അത്ര ഹൈ തരില്ലായിരുന്നു. അതിന് അവിടുന്ന് കട്ട് ചെയ്ത് പോസ്റ്റ് ക്ലൈമാക്സിലാണുള്ള ഒരു ഐഡിയ റൈറ്റിങ്ങിൽ ഉണ്ടായതാണോ, അതോ എഡിറ്ററിൻ്റെ കോൺട്രിബ്യൂഷനാണോ, സാറിൻ്റെ കോൺട്രിബ്യൂഷനാണോ? ഈ സിനിമ ഈ പറഞ്ഞ രണ്ടും എഴുത്തുകാരൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്, എഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങിലുണ്ടായതാണ് ഈ സിനിമ. സോ ആ റൈറ്റിങ്ങിനെ സ്വന്തം മേക്കിംഗ് സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്ന ഒരു ഇല്ല, അത് ഞാനത് ആളെ എഴുതി തന്ന പരിപാടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്റ്റൈലുണ്ടെന്നോ ഒന്നും എനിക്ക് അറിയില്ല. താങ്ക് യു സർ. ഡോൺ പലത്ര എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംവിധായകൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്ത ആളാണ് ഞാൻ. അപ്പം ആളുടെ ഒരു മേക്കിംഗ് സ്റ്റൈല് നമ്മൾ തമ്മിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തൊരു സംഭവമാണ്. കാര്യം ആ സിനിമ ചെയ്യുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, തുടക്കം മുതൽ പറഞ്ഞത്, ഓരോ ഷോട്ടിൻ്റെയും 2 അടി മുകളിലായിരിക്കണം നമ്മുടെ ഫ്രെയിം വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോണിനോട് ചോദിച്ചു അത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പം ആളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ആൾ പറഞ്ഞു വെച്ചാൽ നമ്മൾ ദൈവം കാണുന്നു എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സിനിമയായിരുന്നു ഫാമിലി എന്ന് പറയുന്നത്. അപ്പം ആൾ പറഞ്ഞു വെച്ചാൽ നമ്മളെപ്പോഴും ഒരു ദൈവം കാണുന്നു, മോളിൽ നിന്ന് കാണുന്നു എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിലാവണം ആ സിനിമയുടെ എല്ലാ ഷോട്ടുകളും, എവറി ഷോട്ടുകളും അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ തന്നെയാണിത് ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് എല്ലാ ഫ്രെയിമുകളോടും ഒരു എന്താ പറയണ്ടേ, ഒരു ലെങ്തി വേണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകൾ കണ്ടാലും ചിലപ്പം സബീന് മനസ്സിലാവുമായിരിക്കും, എല്ലാം ഷോട്ടുകളും ഭയങ്കര ലെങ്തി ഷോട്ടുകളാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറുടെ ഒരു സിനിമ എങ്ങനെയാണ് ഇത്തരം ഒരു ഫാസ്റ്റ് കട്ടിങ്ങിലൂടെ, എനിക്ക് ആഗ്രഹമുണ്ട് അത് അറിയാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് അങ്ങനെ അല്ല, ഞാൻ ഈ പറഞ്ഞ എനിക്ക് ജോൺ അബ്രഹാം എന്ന് പറഞ്ഞ ഡയറക്ടറിനെ വളരെ പേഴ്സണലായിട്ട് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ആളുടെ സിനിമയും ഒരുപാട് ഇതുപോലെ ഡോൺ പാലത്ര ചേട്ടൻ്റെ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എനിക്ക് ജോൺ അബ്രഹാമിൻ്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ്. അതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ്. ഇപ്പോൾ ഇങ്ങനൊരു കഥ വന്നപ്പോൾ അതിന് ഇന്നതായിരിക്കാം അതിനൊരു സ്പീഡ് വേണ്ടത്, അല്ലെ എനിക്ക് അപ്പം തോന്നുന്ന കാര്യങ്ങളോട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനൊരു താളത്തിലേക്ക് അത് എത്തിയതും മ്യൂസിക് എഡിറ്റ് എല്ലാം അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു പരിപാടിയിലേക്ക് എത്തിയപ്പോഴാണ് അത് ഇങ്ങനെ ഒരു താളത്തിലേക്ക്. അല്ല, ഞാൻ ചോദിച്ചത് അതാണ്. കാരണം വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയ ഒരു ഡയറക്ടറോട് നമ്മളിപ്പോൾ ചിലപ്പം ആദ്യ സിനിമ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്ക ഡയറക്ടേഴ്സും ശ്രമിക്കുക. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ അനുവിനോട് ചോദിക്കാനുള്ളത്,
ചോദ്യമല്ല. ഇപ്പം നമ്മൾ ആദ്യമൊക്കെ നമ്മൾ നടന്മാരൊക്കെ കണ്ടിട്ടാണ് തിയേറ്ററിൽ പോയിക്കൊണ്ടിരുന്നത്, ആരാണ് ആക്ടർ എന്ന് നോക്കിയിട്ട് ആണ് തിയേറ്ററിൽ കയറിക്കൊണ്ട്. പക്ഷേ ഇപ്പം വളരെ അടുത്ത കാലത്തായിട്ട് സംവിധായകൻ്റെ ഒരു അടയാളപ്പെടുത്തലുകൾ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ പറയാൻ കാരണം, എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു. അപ്പം അമ്മമ്മ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മമ്മയാണ്. അപ്പം എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ആ പോത്തിൻ്റെ സിനിമയില്ലേ, അത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ ഇവരോട് ചെയ്യുന്നത് പോത്തിൻ്റെ സിനിമ നോക്കുമ്പം മറ്റേ നമ്മുടെ ലിജോയുടെ പടം ജല്ലിക്കെട്ടാണ് അമ്മമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം, പോത്തിൻ്റെ പടം. അപ്പം അവരോട് ചോദിക്കത്തര ടി വിയിൽ ഒരു എപ്പോഴാണ് പോത്തിൻ്റെ പടം ഉണ്ടെങ്കിൽ നീ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞു. അപ്പം ഒരു പോസ്റ്റർ പോലും നമുക്ക് ഒരാളുടെ ഐഡൻറ്റിഫൈ, അവർക്ക് അത്രയും പ്രായതുകൊണ്ടാണ് അവരുടെ പേരൊന്നും കിട്ടാതെ. പക്ഷെ അങ്ങനെ ഒരു അടയാളപ്പെടുത്തലുകൾ ഇപ്പം സംവിധായകരില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാത്തമായിട്ടുള്ളൊരു കാര്യമല്ലേ സിനിമയിൽ നിന്നാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു നേരത്തെയും ഇതുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി പ്രിയൻ സാറിൻ്റെ ബെഞ്ച് ഓഫ് ആർട്ടിസ്റ്റുകൾ മലയാള സിനിമയിൽ വരികയും പുതിയ ഓഡിയൻസ് അവർക്ക് ഉണ്ടാവുകയും ആ മാറ്റത്തിൻ്റെ ഭാഗമായി പ്രേക്ഷകർ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം ഒരു ഡിക്കേഡ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 ഡിക്കേഡ് കഴിയുമ്പോഴാണ് പുതിയ ആൾക്കാർ വരുന്നത്. പുതിയ ആൾക്കാർ അത് എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ പറയുന്ന നേരത്തെ നമ്മളുടെ സിനിമയുടെ പബ്ലിസിറ്റി എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലായിരുന്നു. ഇപ്പം വണ്ടികളിൽ, ജീപ്പുകളിൽ അനൗൺസ് ചെയ്ത് സിനിമ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസൊക്കെ ഇട്ടിട്ട് അതൊക്കെയായിരുന്നു നമ്മൾ പബ്ലിസിറ്റി മാർക്കറ്റിംഗ് ഏരിയ. പോസ്റ്റർ ഒട്ടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അല്ലെങ്കിൽ ഈ സിനിമ മാഗസീൻസിൽ വരുന്ന ആഴ്ചപ്പതിപ്പുകളിൽ വരുന്നതൊക്കെയായിരുന്നു. ഇപ്പം സാങ്കേതികമായി മാറി. ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഉണ്ടെങ്കിൽ അയാളുടെ നാളെ സിനിമ റിലീസാണ്, അയാളുടെ പേജിൽ ഇൻസ്റ്റാ പേജിൽ ഒരു പോസ്റ്റർ നാളെ വരുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഇടാണ്. അത് കാണുന്നത് 4 മില്യൺ അല്ലെങ്കിൽ 2 മില്യൺ ആൾക്കാരാണ്. 2 മില്യൺ 10-20 ലക്ഷം പേരിലേക്ക് ആ സാധനം എത്തുകയാണ്. അത് സാങ്കേതികമായി അത് മാർക്കറ്റിംഗ് പതുക്കെ മാറുകയാണ്. മാർക്കറ്റിംഗ് ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യാനുള്ള സങ്കേതം മാറുകയാണ്. അല്ലെങ്കിൽ ഒരു യൂട്യൂബ് കണ്ടന്റ്, ഒരു യൂട്യൂബ് റീൽ ആയിട്ട് നാളെ റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ വരുന്നത്. ഇപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ. അതിപ്പം ആ അമ്മമ്മയായാൽ പോലും ചിലപ്പോൾ ആ സിനിമയുടെ പരസ്യം നേരത്തെ ടി വിയുടെ മുമ്പിൽ ഇന്ന് നാളെ മുതൽ 4 മണിക്ക് എന്നൊക്കെ പറഞ്ഞ് പരസ്യം വരുന്നുണ്ടായിരിക്കും. ആ സിനിമയിലേക്ക് അവരെത്തി, ആ സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നതാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ആ ഓരോ സിനിമയിലേക്കും പ്രേക്ഷകരെത്തിക്കുക എന്നുള്ള ജോലിയും കൂടി പ്രൊഡ്യൂസറിൻ്റെയും സംവിധാനത്തിൻ്റെയും ഭാഗമായിട്ട് ചെയ്യണം. അതല്ലാതെ പരാജയപ്പെട്ടതിന് ശേഷമല്ല എൻ്റെ സിനിമ നല്ലതായിരുന്നു, അത് കൃത്യമായി ഓടിയില്ല എന്ന് പറയേണ്ടത്. അനുരാജനോടാണ്. നരിവേട്ട ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സിനിമയാണ്. അപ്പോൾ അത്തരത്തിലൊരു സിനിമ ഒരുക്കുമ്പം ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നടന്നു കഴിഞ്ഞ ഒരു സംഭവത്തെയാണ്, അത് ഡോക്യുമെൻ്ററിയുടെ സ്വഭാവത്തിലേക്ക് പോകാനും പാടില്ല, എന്നാൽ തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകനെ പിടിച്ചിരുത്തും വേണം. അപ്പോൾ ആ സിനിമ ഒരുക്കുന്നതിൻ്റെ പിന്നിലെടുത്ത ഒരു എഫേർട്ടിനെ കുറിച്ച് ഒന്ന് പറയാമോ? മുത്തങ്ങ സംഭവം നടക്കുന്നത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ ഇരട്ടിയിലാണ് ആ സമയത്ത് താമസിക്കുന്നത്. ഒരു ചുരത്തിനപ്പുറത്താണ് വയനാട്. അന്നാണ്. അപ്പോൾ അത് നമ്മളിലേക്ക് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലക്ക് എന്നിലേക്ക് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതല്ല. അതിനുശേഷം CK ജാനു ആയിക്കോട്ടെ, ഗീതാനന്ദൻ ആയിക്കോട്ടെ, അവരുടെ രാഷ്ട്രീയ മാറ്റങ്ങൾ, നിലപാട് പ്രഖ്യാപനങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചെങ്ങറയിലുണ്ടായിരുന്ന ആദിവാസി സമരങ്ങൾ, ആദിവാസികളോട് കാലങ്ങളായി ഗവൺമെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകളെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതിനെതിരെ എവിടെയെങ്കിലും സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ, ഒരു ധർണയിൽ പങ്കെടുക്കാൻ പറ്റുവാണെങ്കിൽ പോകുന്ന ആളാണ് ഞാൻ. അപ്പോൾ അബിൻ ജോസഫ് എന്നുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു നടന് വേണ്ടി പറഞ്ഞ കഥ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ പിച്ച് ചെയ്യുകയും അവരത് ടൊവിയെടുത്ത് പറയാം എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ സുഹൃത്താണ്, കാലങ്ങളായി നമ്മൾ ഒരുമിച്ചുള്ള ആളാണ്. ഞാൻ ടൊവിയെടുത്ത് പോകുന്നു, ആ സിനിമ ടൊവിയെടുത്ത് കഥ പറയുന്നു, അവനത് ചെയ്യാമെന്ന് പറയുന്നു. എന്നെ സംബന്ധിച്ചിട്ട് പ്രൊഡ്യൂസറുമായി നടനുമായി. അപ്പോൾ ഇനി വേണ്ടത് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ബഡ്ജറ്റ് നേരത്തെ പറഞ്ഞ പോലെ ആ പാരാമീറ്ററാണ് എന്നെ എപ്പോഴും കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരുന്നത്. വെച്ചാൽ മുത്തങ്ങ സമരത്തിൻ്റെ ബാക്ക്ഡ്രോപ്പ്, തലപ്പാവ് എന്നുള്ള ബ്യൂട്ടിഫുൾ സിനിമയുടെ ഡയറക്ടറാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത്തരം സിനിമകൾക്ക് ഉണ്ടാകുന്ന ഒരു അപനിർമ്മിതി എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ ഇതൊരു അവാർഡ് സിനിമയാകുമോ, അല്ലെങ്കിൽ ഇതൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലല്ലാത്ത സിനിമയാകുമോ എന്ന തരത്തിലേക്കുള്ള പോക്കിലാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് നിർവചിക്കുന്നത് മറ്റൊരു തരത്തിലേക്കാണ്. അപ്പം ഞാൻ എപ്പോഴും ആലോചിച്ചത് അതിൽ എന്ത് നമുക്ക് കൊമേഴ്ഷ്യലാക്കാൻ പറ്റും. ഇപ്പോൾ പാട്ട്, മിന്നൽ വള എന്നുള്ള പാട്ട് കൈതപ്രം സാറ് കാലങ്ങൾക്ക് ശേഷം എഴുതിയൊരു പാട്ടാണ്. അത് ഇപ്പോഴും ട്രെൻഡിങ് ആയി ഏറ്റവും മോശം വ്യൂവർഷിപ്പ് കിട്ടിയ പാട്ടായി മലയാളത്തിൽ ഈ വർഷവും കഴിഞ്ഞ വർഷവും
ഏറ്റവും കൂടുതൽ വ്യൂഷിപ്പ് ഉള്ള പാട്ടായി വരികയാണ്. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ആക്ച്വലി. അത് ഞങ്ങൾ തന്നെ ജെയ്ക്സും സിദ്ധും ഞാനും ചെയ്ത കഴിഞ്ഞ മുൻപത്തെ പാട്ടും ഹിറ്റായിരുന്നു, പറയുവാൻ ഇത് ആദ്യമായി എന്നുള്ള പാട്ട്. അപ്പോൾ സോണി മ്യൂസിക് നമുക്ക് 2.25 കോടി രൂപ തരുവാണ് ആ 5 പാട്ടുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു സംവിധായകൻ എന്ന തലക്ക് ആ കണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു റിവേഴ്സ് ഓർഡർ ചിന്തയാണ് അത്തരം സാധനങ്ങൾ. ഇപ്പം ഫസ്റ്റ് ഹാഫിൽ ലാഗ് ഉണ്ടെന്ന് നരിവേട്ടയിൽ കണ്ട ആൾക്കാർ പറയുന്നുണ്ട്. അതെൻ്റെ ഗതികേടാണ്. ആ കണ്ടന്റ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഞാൻ എടുത്ത കുറുക്ക് വഴിയാണത്. അപ്പോൾ അതിനുശേഷം ഏഷ്യാനെറ്റ് ന്യൂസിലെ ബാബുചേട്ടൻ്റെ ഒരു പരിപാടിയുണ്ട്, കഥ ഒരു പ്രോഗ്രാം ഉണ്ട്, അതായത് ചരിത്രം അല്ല വേറെ പ്രോഗ്രാം. അപ്പോൾ അത് ഏതാ വല്ലാത്തൊരു കഥ 2017 വല്ലാത്തൊരു കഥയുടെ അരമണിക്കൂർ എപ്പിസോഡ് മുത്തങ്ങ സംഭവമാണ്. അപ്പോൾ ആ മുത്തങ്ങ സംഭവത്തിന് അന്നുണ്ടായ വ്യൂഷിപ്പിനേക്കാൾ കൂടുതൽ ഇപ്പോഴും നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. പുതിയ തലമുറയിൽപ്പെടുന്ന 2005 ജനിച്ച കുഞ്ഞിന് ഇപ്പോൾ 21 വയസ്സാണ്. ആ കുട്ടി സിനിമ കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് റീവാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഈ മുത്തങ്ങ സമരം എന്താണെന്ന് റീവിസിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുകയാണ്, നരിവേട്ട കണ്ടതിന് ശേഷം ആണ് ഞാനിവിടെ വരുന്നത്, നരിവേട്ടയിൽ ഇത്ര പോലും ഭീകരതയില്ല, അതിനേക്കാൾ ഭീകരതയാണല്ലോ ഈ കാണുന്നത് എന്നാൽ അതിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ സംവിധായകൻ നിലയ്ക്ക് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ, ഇപ്പം ഞാൻ ഏതാണ്ട് 12 പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ഈ സിനിമയും കൊണ്ട് പോയതാണ്. അപ്പോൾ പ്രകൃതി സിനിമ എന്ന ലെവലിൽ എന്നെ പുറത്താക്കിയതാണ് അവരെല്ലാവരും തന്നെ. അപ്പോൾ എൻ്റെ ഒരു പോരാട്ടമായിരുന്നു ഈ സിനിമ ഞാൻ ചെയ്യും എന്നുള്ളത്. ആ സിനിമ ഫസ്റ്റ് ഡേ സ്ക്രീനിൽ വരുന്ന സമയത്ത് ഞാൻ ജയിച്ചു. അത് ആ ഉന്മാദം എന്നിൽ അവസാനിച്ചു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സിനിമ ഓടി, പ്രൊഡ്യൂസറിന് പൈസ തിരിച്ചു കിട്ടി. കല്യാശ്ശേരിക്കാരനായ ടിപ്പു ഷാ എന്നുള്ള ആളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഷിയാസ് കെയും. അവർ രണ്ടുപേരാണ്. അവർ ബ്ലൈൻഡായിട്ട് ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാർ ഇത്തരത്തിലൊരു സിനിമ ചെയ്യാൻ കാണിച്ച ധൈര്യവും അത് ഫിനാൻഷ്യലി ലയബിൾ ആവുന്ന പരിപാടിയും കൂടി ആകുമ്പോഴാണ് ഒരു സംവിധാനം കൂടി ചേർന്ന് വിജയിക്കുക. നമസ്കാരം. ഈ സമീപകാലത്ത് ഇറങ്ങുന്ന സിനിമകളിൽ കണ്ടുവരുന്ന രണ്ടാളും കൂടിയിട്ട് ഒരു വേർഡാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇപ്പോൾ അതിന് 2 പക്ഷമുണ്ട്. എല്ലാ സമയം പൊളിറ്റിക്കൽ കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഒരു മറുവശം ഇപ്പോൾ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സവിൻ സാർ വാഴ സിനിമയിൽ വാറ്റുവില് ആ തിയേറ്റർ സീൻ നമ്മൾ തിയേറ്റർ കാണുമ്പോൾ എല്ലാവരും ചിരിച്ചൊരു സീനായിരുന്നു. ബട്ട് ആഫ്റ്റർ OTT റിലീസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ആ സീനിനെ വല്ലാതെ എന്താ പറയുക, അതിന് എതിർത്ത് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പോൾ ലൈക്ക് ആ സിനിമയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ടു എൻഡ് ബ്രദർ സിസ്റ്റർ സിബ്ലിങ്സിനെ കാണിച്ചു, ഫാദർ സൺ കാണിച്ചു. ആ സീനിൽ മറ്റേ കുറച്ച് തമാശയായിട്ടാണ് ഇപ്പോൾ ഞാനടക്കമുള്ള ആൾക്കാർ തമാശയായിട്ട് ചിരിച്ചൊരു സീൻ തന്നെയായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ ക്രിട്ടിക്സ് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് അത് ഇപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു ചീത്തയായിട്ട് വിളിക്കുന്നുണ്ട്, അമ്മേനെ ഒരു ചീത്തയായിട്ട് അങ്ങനെ കാണിക്കുന്ന കുറച്ച് സീൻസ് ഉണ്ട്. അപ്പോൾ ഒരു ആസ് എ മേക്കർ രണ്ടാളും കൂടിയാണ് ക്രിയേറ്റീവായിട്ട് എഴുതുന്ന സമയം നമുക്കെല്ലാം ഇത് ചിന്തിച്ചുകൊണ്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ പഴയ സിനിമയിൽ ഇപ്പോൾ മമ്മൂട്ടി നീ ഒരു വെറും പെണ്ണാണെന്ന് പറഞ്ഞ സീൻ ഇപ്പം എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത് കാണുന്നത്? നമുക്ക് മുഴുവൻ സമയം പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റും? ശരിക്കും ആ സീൻ വർക്കാകുക എന്ന് മാത്രമായിരുന്നു ആ ടൈം. ഇയാൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിലും അത് എങ്ങനെ ആ സീൻ വർക്കാകുക എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളായിരുന്നു. പിന്നെ ശരിക്കും ഒരു റിയാലിറ്റി എന്നൊരു ഒരു റിയാലിറ്റിയിലാണെങ്കിൽ ആളുകൾ എത്ര മോശമായിട്ടായിരിക്കും. ഇപ്പം പോലീസുകാരെ തല്ലുന്ന വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്, അല്ലെ പോലീസുകാർ കുറ്റം ചെയ്ത കേസുകൾ നമ്മൾ പത്രത്തിൽ വായിക്കും. എല്ലാവരും നല്ലവരോ അങ്ങനെ കുറച്ച് ആൾക്കാർ മോശപ്പെട്ട ആൾക്കാരായിട്ടൊന്നും സമൂഹത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ എനിക്കതിലും കുറച്ചുകൂടി ആളെ ഇറിറ്റേറ്റ് ചെയ്യണമെന്നായിരുന്നു അന്ന് ഷൂട്ട് ചെയ്ത ടൈമിൽ തോന്നിയത്. പക്ഷേ അത് പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ അത് അങ്ങനെ വെക്കണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടാണ് ആ പരിപാടി കുറച്ചുകൂടെ കുറച്ചത്. എനിക്ക് എനിക്ക് ആ സീൻ വർക്കാവുക. പിന്നെ ഇവർ ശരിക്കും ഈ സിനിമയിൽ ആ 4 കഥാപാത്രങ്ങൾ ഒരുമിക്കുന്ന ആ സീനിലാണ്. അപ്പം എങ്ങനെ ആ സീൻ വർക്കാകുക എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ചില ആൾക്കാർ എല്ലാ സീനുകളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നോ അല്ലെ എല്ലാവർക്കും ഇഷ്ടമാകണമെന്നോ ഒന്നുമില്ല. ഓരോരുത്തരുടെ ചോയ്സാണ് നമ്മൾ മാനിക്കുന്നത്. ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഓക്കെ, താങ്ക് യു. അതൊന്നും അടഞ്ഞു. പൊളിറ്റിക്കൽ കറക്റ്റ് ആവുക എന്നുള്ളത് നമ്മൾ രാവിലെ എഴുന്നിട്ട് നാളെ മുതൽ പൊളിറ്റിക്കൽ കറക്റ്റ് ആവുക എന്ന് ചോദിച്ചാൽ നടക്കത്തില്ല. ഇത് നമ്മളെ ജീനിൽ നമ്മളെ പരിസരത്ത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ തെറ്റായ ഒരു പ്രയോഗമോ തെറ്റായ ഉപമയോ ഞാൻ നേരത്തെ വരുന്ന വഴിക്ക് പറയായിരുന്നു. ഒരു കാലത്ത് ആദിവാസികളെ സാക്ഷരത പഠിപ്പിക്കാൻ പോയ അധ്യാപകരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആ ജാതിയിൽ ആദിവാസികൾക്കെതിരെ ഉണ്ടായിരുന്ന തമാശ കഥകൾ എന്ന തരത്തിൽ നമ്മൾ കണ്ണൂരുകാർക്ക് കുറച്ചും കൂടി അറിയായിരിക്കും. ഇപ്പം ധ എന്ന അക്ഷരം കണ്ടപ്പോൾ ആദിവാസിക്ക് തോന്നിയത് വലിയ തമാശയായിട്ട് ഇവിടെ ഓടുമായിരുന്നു നമ്മുടെ നാട്ടിൽ. അപ്പോൾ അത്തരത്തിലുള്ള തെറ്റായ ഒരു നിറത്തെ മോശമാക്കുന്ന, ഒരു ശരീരത്തെ മോശമാക്കുന്ന, അല്ലെങ്കിൽ ഒരു ജാതിയെ തരം താഴ്ത്തി കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു
ധ എന്നുള്ള അക്ഷരം കണ്ടപ്പോൾ ആദിവാസി കുട്ടിക്ക് അത് കാണുന്നത് മനുഷ്യൻ്റെ ശരീരമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണെന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ അത് ആദിവാസി ഭാഷയിൽ ആ കുട്ടി അത് പറഞ്ഞു എന്ന് പറഞ്ഞാണ് തമാശ. ഇപ്പം നമ്പൂരി ഫലിതങ്ങൾ എന്ന് പറയുന്ന പോലെ ഉള്ള ചില പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് ബോധപൂർവമായി നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റിരുന്ന് മാറ്റാൻ പറ്റത്തില്ല. അത് നമ്മൾ കൃത്യമായി സമൂഹത്തിൽ ഇടപെട്ട് ആ സമൂഹത്തിൻ്റെ വികാരങ്ങൾ എങ്ങനെയാണ് നയിക്കപ്പെടുന്നത് എന്നൊക്കെ ആലോചിച്ചാൽ മാത്രമേ മാറ്റുള്ളൂ. സംവിധാനമല്ല, ഓരോ മനുഷ്യനും ഉണ്ടാവണം പൊളിറ്റിക്കൽ കറക്റ്റായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ ചേട്ടനോടാണ് സാർ, നരിവേട്ട നമുക്ക് കൺവെൻഷണൽ രീതിയിൽ ലീനിയർ ടൈം ലൈനിൽ പോവായിരുന്നു. അത് വെച്ച് നോൺ ലീനിയർ ചൂസ് ചെയ്യാൻ കാരണം എന്താണ്? ആ ഡിസിഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അതും തട്ടിപ്പാണ്. ഇത് സിനിമ എൻഗേജിങ് ആക്കുക എന്നുള്ളതുകൊണ്ട് ലീനിയർ പാറ്റേണിൽ നമുക്ക് പോകുമ്പോഴേ കുറച്ച് സൗകര്യങ്ങളുണ്ട്. മറ്റേ നോൺ ലീനിയറിൽ നമുക്ക് ജമ്പ് ചെയ്യാം, കുറച്ച് കണ്ടന്റുകൾ ജമ്പ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണത്. അല്ലാതെ വേറെ ബുദ്ധിപരമായ ഒരു സാധനം അതിൻ്റെ പുറകിലില്ല. കുറച്ചും കൂടെ എൻഗേജിങ് ആക്കാൻ വേണ്ടി. അതെ, ഉറപ്പായിട്ടും നമ്മൾ പ്രീ പ്ലാൻഡ് ആണ്. അത് എഡിറ്റേബിൾ വന്നതല്ല, നമ്മൾ പ്ലാൻ ചെയ്ത് സീനുകൾ അങ്ങനെ എഴുതി അങ്ങനെ എഡിറ്റ് ചെയ്ത സിനിമയാണത്.